ഹായ്, ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട്. ഇപ്പോൾ ഒരാൾ എന്നെ വിളിച്ചിരുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ നമ്മളെ ഷോപ്പിലാണുള്ള അത്യാവശ്യത കുറച്ച് കസ്റ്റമറിലുണ്ട്. അപ്പോൾ നമ്മൾ ശ്രുതിനെയും കൂട്ടി ഒരു സ്ഥലം വരെ പോകണേ. അപ്പോൾ ശ്രുതി അപ്പുറം സ്ഥലം ഉണ്ടാവുള്ളത് നേരെ അവിടെ പോയിട്ട് കൂട്ടിയിട്ട് പോകേണ്ട ഒരു വട്ടെ. തൊട്ട അപ്പുറമുണ്ടല്ലോ, നമുക്ക് നല്ല സുഖമായിട്ടാ. നമ്മൾ വീട് ഇതുപോലെ തന്നെ ആകെ 1 കിലോമീറ്ററേ ഉള്ളേ. ഇപ്പോൾ ശ്രുതിൻ്റെ വർക്കും നമ്മളെ തൊട്ട അയലക്കത്ത് വേഗം ഇത് ഇടി ഓടിയെത്താം. എന്തെങ്കിലും കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ വേഗം ഇടി ഓടിയെത്താം കേട്ടാ. ഇവിടെ എത്തുമ്പോഴത്തേക്ക് ശ്രുതി ഏതോ ഒരു ഹെയർ കട്ടിങ് കഴിഞ്ഞിട്ട് ഫോട്ടോഷൂട്ടിലുള്ള നമ്മളെ കണ്ടിട്ടുണ്ട് കേട്ടാ. ഒരു സ്ഥലം വരെ പോകുന്നുണ്ട്, ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. പോ ഓക്കെ, വാ. സർപ്രൈസ് അതൊന്നും ശ്രുതിക്ക് മനസ്സിലായിട്ടില്ല കേട്ടാ. കേട്ട പാട് ആള് നല്ല ത്രില്ലില്ലാന്ന് പാഞ്ഞ് മതൻ്റെ കേട്ടാ. അപ്പോൾ നമ്മളെ വണ്ടി സലൂണിൻ്റെ താഴെ തന്നെ ഉണ്ട്. ഇനി നേരെ സർപ്രൈസ് കാണാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ അപ്പുറമാണ് ശ്രുതിയുടെ സർപ്രൈസ് ഉള്ള കേട്ടോ. ശ്രുതി എന്താ അത് മനസ്സിലായ? ഇല്ല, ചെറുങ്ങനെ ചോദിച്ചു നോക്ക്. 7 കിലോമീറ്റർ എവിടെയെങ്കിലും ഓർമ്മയുണ്ട്? 7 കിലോമീറ്റർ ഇല്ല, ഓർമ്മയില്ലല്ലേ? അപ്പൊ ശ്രുതി നമ്മളെ സർപ്രൈസ് എത്താനായിട്ടുണ്ട്. അവിടെ എത്തിയിട്ട് അറിയാം സർപ്രൈസ് ആണോ അല്ലെങ്കിൽ കോമഡി ആവോന്ന് എനിക്ക് വല്ല പിടുത്തമില്ല. ഞാനും സംഗതി കണ്ടിട്ടില്ല. എപ്പോഴും ഇത് എത്താനായിട്ടുണ്ട് മമ്മി. നമ്മളിത് മയ്യിൽ എത്തുന്നതിന് മുമ്പാണ് ഈ സർപ്രൈസ് ഉള്ളത്. അതായത് ഇതിന്റെ സർപ്രൈസ് കണ്ട, ഇതിന്റെ സർപ്രൈസ് ആണല്ലേ ചളയോ സംഗതി ഏതാന്നറിയാ? ഞാൻ കാണിച്ചറിയാം, ഞാൻ പറയുന്നില്ല. വണ്ടി സൈഡാക്കിയിട്ടുണ്ട്. ഓക്കെ, എടാ ശ്രുതിക്ക് കാര്യപ്പെട്ട സർപ്രൈസ് റോഡ് സൈഡിലാണ്. ഹലോ, എന്നിട്ട് സർപ്രൈസ് നല്ലില്ലേ? ഇപ്പോ സർപ്രൈസ് കണ്ടേ, ഇതാണ് സർപ്രൈസ്. ശ്രുതിന്റെ നല്ലൊരു ഫ്ലക്സ് കൂടെ ഞാനിന്നാള് ഫേസ്ബുക്കിൽ ഇട്ട് സംഗതി. എനിക്ക് ആ 7 കിലോമീറ്റർ മനസ്സിലായില്ല. ഇതിന് താഴെ കൊടുത്തിട്ടുണ്ട് 7 കിലോമീറ്റർ. അപ്പോൾ ഫേസ്ബുക്കിലിട്ട് ഇവളും കണ്ടിരി. അപ്പോൾ ആ 7 കിലോമീറ്ററിൻ്റെ കാര്യം ഇവൾക്ക് പറഞ്ഞേ സംഗതി കൂടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണെന്നുള്ള ശ്രുതിൻ്റെ ഒരു ഫ്ലക്സ് കേട്ടാ. ലൈഫിൽ ആദ്യമായിട്ടല്ലേ റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കേണ്ട ഒരു അവസ്ഥ. ഇത് മയ്യിലെത്തുന്നതിന് മുമ്പ് ഇവിടെ ചെക്കാട്ടുകാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു സ്ഥലം കിട്ടിയത്. അപ്പോൾ കിട്ടിയവിടെ എന്നോട് വെച്ച് ഇങ്ങനെ ഒന്ന് വെക്കട്ടെ, ഏതാ മോഡൽ വേണ്ടത്. ഞാൻ പറഞ്ഞു ആര് നമ്മുടെ ഭാര്യ ഉണ്ടാകും, പിന്നെ ഏതാ മോഡൽ, ഇതൊക്കെ നല്ല അടിപൊളിയായി എനിക്ക് തോന്നുന്നു. രസമില്ല ഇപ്പം നേക്കൊന്ന് വെളിച്ചടിക്കുന്നോണ്ട് നല്ലൊരു സ്റ്റൈൽ അല്ലേ? ലൈറ്റ് കത്തിച്ചോലെ ഇട്ട് വൈകുന്നേരത്തെ വെളിച്ചം അങ്ങനെ അടിക്കുന്നോണ്ട് നല്ല ലൈറ്റ് കത്തിച്ചോലെ ഉള്ള സംഗതി എന്തുണ്ട് അല്ലേ? നിന്നെ പോലെ തന്നെ ഇല്ല അല്ലേ? വേറെ ആരെങ്കിലും പോലെ തോന്നുന്നുണ്ടോ? വേറെ ആരെയും പോലെ ഉണ്ടല്ലേ? ശരിക്കില്ലേ, നീ ഈ രൂപത്തിൽ ഇങ്ങനെ കണ്ടിട്ട് ഈ ഫോട്ടോ കണ്ടാലിട്ടല്ല വേറെ ആരെയോ പോലെയുള്ള നീ അല്ല. എന്നാലും അടിപൊളിയാക്കി കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അല്ല സർപ്രൈസ് ഇത് മാത്രമല്ല, ഒന്നുകൂടി ഉണ്ട്. വാ പോവാ അങ്ങോട്ടേക്ക്. എന്നാ വാ വിടാനാ. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ മക്കളെ സ്കൂളിൽ വിട്ടിട്ട് ബസ്സുണ്ട് പോകുന്നതാണെന്നേ. നമ്മൾ ബാഗിൽ തന്നെ പോയി പിടിച്ചേട്ടാ. ബസ്സവിടെ നിർത്തിച്ച് ഇനി മക്കളെ കൂട്ടണം. എന്തായാലും സർപ്രൈസ് മക്കളെയും കാണിക്കണല്ലോ. മക്കൾ ഭയങ്കര ത്രില്ലില്ല. നമ്മൾ പകുതിക്കുന്നത് പൊക്കിയിട്ട് എവിടെയൊക്കെ ഇറങ്ങാൻ പോകുന്ന വെച്ചിട്ട് സന്തോഷത്തോടെ വന്നേ. അപ്പോൾ ലാസ്റ്റ് ഇത് കണ്ടിട്ട് മക്കൾക്ക് നല്ല സന്തോഷമായിട്ടാ, മമ്മീൻ്റെ ഫോട്ടോ കണ്ടിട്ട്. ഇനി അടുത്ത സർപ്രൈസിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അത് ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇത് നോക്കിയട്ടെ, അടുത്ത സർപ്രൈസ് പുലിമുരുകൻ. ശ്രുതി പുലീൻ്റെ സൈഡിലിരുന്നിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. ഇത് നമ്മളെ ഷോപ്പിൽ നിന്ന് എടുത്തൊരു ഫോട്ടോ ആണ്. അപ്പോൾ അതാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ട് സംഗതി? രസമില്ലേ? എന്തായാലും 2 ഫോട്ടോനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. എന്തായാലും ശ്രുതി ഇന്ന് വളരെ ഹാപ്പിയിലാണ്, ഞാനും അത് കണ്ട് വളരെ ഹാപ്പിയിലാണ്.